ഈ കാലഘട്ടത്തിൽ 7 മക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വോ എന്നൊക്കെ പറഞ്ഞ് കാണുന്നൊരു സംഭവം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ ഒരു പിറ്റേ മാസം തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. Children are a heritage of God. നമ്മളോടൊക്കെ അവസാനം ചോദിക്കാൻ പോകുന്നത് 6 ചോദ്യങ്ങളാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തോ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തോ, നഗ്നനെ ഒടിപ്പിച്ചോ. ആ 6 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരു അമ്മ എന്നുള്ളൊരു നിലയ്ക്ക് എന്നും എനിക്ക് നൽകാൻ സാധിക്കും. ചേച്ചി, ഈ കാലഘട്ടത്തിൽ 7 മക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വോ എന്നൊക്കെ പറഞ്ഞ് കാണുന്നൊരു സംഭവം. ഞാൻ കേട്ടതനുസരിച്ചാണെങ്കിൽ ചേച്ചിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി മുതൽ ചേച്ചിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയിൽ വന്ന ചേഞ്ചസ് ഒരു വൈഫിൽ നിന്ന് ഹൗ ഡിഡ് യു ചേഞ്ച് ടു എ റെസ്പോൺസിബിൾ പാരന്റ്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ ഒരു പിറ്റേ മാസം തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് പോളിസിസ്റ്റിക് ഓവറീസ് ആണെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്ത് പറയും. PCOD അല്ലേ? PCOD. അപ്പോ അത് ഡോക്ടർ പറഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി കൺഫേം ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് വളരെ ആഴത്തിൽ ഇങ്ങനെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയൊരു വചനമാണ്, ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് ഡോക്ടർ ഇനിയിപ്പോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ കാര്യം ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവഹിതം അതാണെങ്കിൽ അത് നടന്നിരിക്കും എന്നുള്ളൊരു വലിയ ബോധ്യം. അത് കഴിഞ്ഞ് അത് ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പൊ അവനൊരു 2 വയസ്സാകുമ്പോഴേക്കും ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആയി. അത് ആ കുഞ്ഞും ഞങ്ങളിങ്ങനെ അപ്പൊ പെട്ടവരെ ആയല്ലോ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ വിചാരിച്ചിരുന്നത്, ഇത് തന്നെയാണോ നിന്റെ പ്ലാൻ ആയിരുന്നു എന്നൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. കാരണം അന്ന് ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഞങ്ങളുടെ പ്ലാനോ ഞങ്ങളുടെ സമയമോ ഒന്നും ആയിരുന്നില്ല. അത് ദൈവം തീരുമാനിച്ചൊരു സമയത്ത് ദൈവം തന്നൊരു കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ നിന്ന് പിന്നെ 3ാമതൊരു കുഞ്ഞുണ്ടായി. ഈ 2ാമത്തെ കുഞ്ഞിന് ഒരു 1.5 വയസ്സ് പ്രായമുള്ളപ്പോ അടുത്ത ആളിനെയും 1 വയസ്സും 10 മാസം പ്രായമുള്ളപ്പോൾ 3ാമത്തെ കുഞ്ഞിനെ ജനിച്ചു. ആ പ്രഗ്നൻസി അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു. അതൊരു പ്ലസന്റൽ അബ്രപ്ഷൻ ആയിരുന്നു. ഇത് അമ്മയോ കുഞ്ഞോ എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയി പോയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ കാരണം എല്ലാവരും ഞങ്ങളെ ഏറ്റവും സ്നേഹിച്ചായിരുന്നവരും ഏറ്റവും അടുത്തറിഞ്ഞവരും പറഞ്ഞു, ഇനി മതി, ഇനി നിർത്തിക്കോ, ഇനി ഇത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നല്, അങ്ങനത്തെ ഒരു മൊത്തം അങ്ങനത്തെ ഒരു വർത്താനൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന ഒരു ബോധ്യം, ഈ പ്രസവം നിർത്താം, സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോൺട്രാസെപ്ഷൻ, അത് സഭ തെറ്റാന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നു. എന്തുകൊണ്ട് എന്നുള്ളത് ഞങ്ങൾ അന്ന് അത്രയും റിസർച്ച് ചെയ്തൊരു കാര്യമല്ല. പക്ഷെ അത് തെറ്റാണ്, അതുകൊണ്ട് ചെയ്യരുത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളത് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു വഴിക്ക് ഞങ്ങൾ ചിന്തിച്ചു. പിന്നെ തന്നെയല്ല, ഞങ്ങൾക്ക് മൂത്തൊരു ആൺകുട്ടി, പിന്നെ 2 പെൺപിള്ളേര്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു, ഈ മൂത്ത ആൺകുട്ടിക്ക് കളിക്കാൻ കൂട്ടിന് ഒരു ആൺകുട്ടി കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ 4ാമതൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചത്. അങ്ങനെ 4ാമതൊരു കുഞ്ഞിനെ പ്രഗ്നന്റ് ആയപ്പോഴാണ് ഞങ്ങളിങ്ങനെ പല ചോദ്യങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വന്നത്. 4ാമതും ഇങ്ങനെയൊക്കെ വേണമായിരുന്നോ, ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ? പക്ഷെ അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴ്ന്ന് ഇങ്ങനെ ദൈവത്തിന്റെ തിരുവചനം, സങ്കീർത്തനം 127 3-ാം തിരുവചനം, Psalms 127:3, For children are indeed a heritage from the Lord, the fruit of the womb a reward. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനം. അപ്പൊ എന്റെ ആദ്യത്തെ കുഞ്ഞ് ദാനമാണെന്ന് സമ്മാനമാണെന്ന് പറയാനും എല്ലാവരും ഉണ്ടായിരുന്നു. 4ാമത്തെ കുഞ്ഞ് അത് തന്നെയാണോ എന്ന് സംശയമായിരുന്നു പലർക്കും. പക്ഷെ അന്ന് എന്റെ ദൈവത്തിന് ഒരു വാക്കേ ഉള്ളൂ, അത് 2000 വർഷം മുമ്പാണെങ്കിലും ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും എന്റെ ആദ്യത്തെ കുഞ്ഞ് പോലെ തന്നെ ഒരു സമ്മാനമാണ് എന്റെ 4ാമത്തെ കുഞ്ഞ് എന്ന് പറയാൻ ദൈവത്തിന്റെ ആ ഒരു തിരുവചനം, അതൊരു ശക്തിയായിരുന്നു. അതിന് പിടിച്ചു നിന്നിട്ടാണ് ഞങ്ങൾ ആ ഒരു കാലഘട്ടം കഴിച്ചുകൂട്ടിയത്. പക്ഷെ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ, ആദ്യത്തെ കുഞ്ഞിനെ കാട്ടിലും സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചതും എല്ലാം വരുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇനി എന്ത് തന്നെ വന്നാലും പ്രസവം നിർത്തുന്ന ഒരു പരിപാടി അതില്ല, അത് ഞാൻ ചെയ്യില്ല. അത് ഇങ്ങനെ എന്റെ കൂടെ നിന്ന ഒരു ദൈവത്തിന് വേണ്ടിയിട്ട്, ആ ദൈവത്തിനെതിരായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു നന്ദികേട്, അങ്ങനെ ഒരു സ്നേഹക്കുറവ് കാണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യമായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു 5ാമത്തെ ഒരു പ്രഗ്നൻസി വന്നു. അതും ഈ പറഞ്ഞോളം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതല്ല.
ദൈവം തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷെ പിന്നീടുള്ള അങ്ങനെ ഒരുപാട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതോടെ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ 5ാമത്തെ കുഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രഗ്നൻസി ഉണ്ടായി. ആ പ്രഗ്നൻസി ഞങ്ങൾ അറിഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. പ്രഗ്നൻസീസ് ഞങ്ങളിങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോ ചേട്ടൻ ആദ്യം കുറച്ചൊരു 2-3 ദിവസം ഒരു ഞെട്ടലായിരിക്കും. ആ 2-3 ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. പിന്നെ ഈ കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും കൊഞ്ചിക്കാ ചേട്ടനാണ്. പക്ഷെ ഈ അറിയണ ഒരു ഞെട്ടലുണ്ട്. അപ്പൊ ഈ കൊച്ചിന്റെ പ്രഗ്നൻസി ഇങ്ങനെ കൺഫേംഡ് ആയിട്ട് ഇങ്ങനെ അറിഞ്ഞു. ആ ഞെട്ടലിൽ നിന്ന് പോലും ഇങ്ങനെ മാറി വന്നില്ലായിരുന്നു. അപ്പോഴേക്കും അതൊരു മിസ്കാരേജ് ആയിരുന്നു, എന്റെ 6ാമത്തെ പ്രഗ്നൻസി. പക്ഷെ ആ 6ാമത്തെ പ്രഗ്നൻസി മിസ്കാരേജ് ആയപ്പോഴും ഞങ്ങൾക്ക് വിഷമമാണ്, ഞാൻ കരയാണ്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, there is always space for more love. നമ്മുടെ ഹൃദയത്തിൽ ഇനിയും സ്നേഹിക്കാൻ, ഇനിയും ഒരു കുഞ്ഞിനെയും കൂടി ഉൾക്കൊള്ളാൻ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ സാധിക്കും. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോ അല്ലാണ്ട് ആ കുഞ്ഞ് പോയത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം അങ്ങനെ ഒരു ചിന്താഗതി അല്ല വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മിസ്കാരേജ് ഉണ്ടായി. അതിന്റെ പിറ്റേ മാസം തന്നെ അടുത്ത പോസിറ്റീവ് കണ്ടപ്പോ ആ ഞെട്ടലിന്റെ ഒരു ലക്ഷം കുറവുണ്ടായിരുന്നു. അപ്പൊ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും, അവൻ ഞങ്ങളുടെ 6ാമത്തെ കുട്ടി ഡേവിഡ്, അവനും കൂടി കഴിഞ്ഞപ്പോ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ മനസ്സുകൊണ്ട് ഇതായിരിക്കും അവസാനത്തെ, ഇനിയിപ്പോ നമുക്ക് ഉണ്ടാവില്ലായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങള് അവനെ ഇങ്ങനെ കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ എല്ലാ പിള്ളേരുടെയും ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഇവന്റെ ഞങ്ങളിങ്ങനെ ആഘോഷിച്ച് അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ പിറ്റേ ദിവസമാണ് പറയുന്നത് ഞങ്ങളുടെ 7ാമത്തെ പ്രഗ്നൻസി കൺഫേം ചെയ്ത് തന്നത്. അപ്പോ ഞങ്ങള് അതിങ്ങനെ കൺഫേം ചെയ്ത് വീണ്ടും ഞെട്ടലായിരുന്നു. പക്ഷെ ആ ഞെട്ടലൊക്കെ മാറി. പിന്നെ ആ കൊച്ചിന്റെ ഡെലിവറി നടക്കുന്നത് കൊറോണ സമയത്തായിരുന്നു. അപ്പൊ ഞങ്ങള് അമ്മേനെ സൗദിയിലേക്ക് കൊണ്ടുപോകണം ഡെലിവറിയുടെ സമയത്ത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇങ്ങനെ ചേട്ടനിങ്ങനെ 6 മക്കളും 7ാമത്തെ ഒരു കൊച്ചും നിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല, സ്കൂളിൽ വിടണം, കടയിൽ പോകണം, ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് ചേട്ടനിങ്ങനെ തീർത്ത് പറഞ്ഞ് നമ്മള് അമ്മേനെ കൊണ്ടുവരും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് കൊറോണ വന്ന്. അമ്മയ്ക്കും തന്നെയല്ല, ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്ക് ഒരു വീട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു. പക്ഷെ ആ സമയത്ത് ദൈവം ഞങ്ങളെ നടത്തിയ ഒരു വഴി, ആ ഡെലിവറി ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയ പല വിധത്തിലുള്ള സപ്പോർട്ട്, ഭക്ഷണം കൊണ്ടുതരാനായിട്ട് അല്ലെങ്കിൽ മക്കളെ നോക്കാനായിട്ടും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ, ആ ഒരു സപ്പോർട്ട്, ദൈവത്തിന്റെ ഒരു കരുതലും ഞങ്ങൾ ശരിക്കും അറിഞ്ഞത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഒരു വൈഫിൽ നിന്ന് ഹൗ ഡിഡ് യു ചേഞ്ച് ടു എ റെസ്പോൺസിബിൾ പാരന്റ്? ഒരു വൈഫിൽ നിന്ന് ഒരു മദർ ആവാന്ന് പറയുന്നത് ഇറ്റ് വാസ് നെവർ ആൻ ഓവർനൈറ്റ് പ്രോസസ്. ഒരു കുഞ്ഞ് ജനിച്ചു അപ്പൊ തന്നെ ഞാൻ പുതിയൊരു വ്യക്തിയാണ്, അങ്ങനെയല്ല. ഞങ്ങൾ തമ്മില് ഇഷ്ടംപോലെ വർഷങ്ങളുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോ ഇപ്പൊ കൊച്ച് രാത്രി എണീക്കുകയാണെങ്കിൽ ഞാൻ പറയും, ചേട്ടാ കൊച്ചു കരയിടും, ചേട്ടൻ വരും ഡയപ്പർ മാറ്റും, ഞാൻ പറയും ഞാനത് കഴിയുന്ന മാറ്റിയ നീ വെച്ചു. അങ്ങനത്തെ ഒരു തരം എന്താ പറയാ, നമ്മൾ രണ്ടുപേരും ഈക്വൽ ആവണം എന്നുള്ളൊരു ഭയങ്കര വാശിയും അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോ അങ്ങനെയല്ല. ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കിയൊരു കാര്യം, എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, അതായത് ഈ ചെയ്യുന്നതൊക്കെ ആരും കാണാതെ പോകുന്നതാണ്, അല്ലെങ്കിൽ ഇതിനൊന്നൊരു വാല്യൂ ഇല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്കുള്ള മരുന്നും വചനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളോടൊക്കെ അവസാനം ചോദിക്കാൻ പോകുന്നത് 6 ചോദ്യങ്ങളാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തോ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തോ, നഗ്നനെ ഒടിപ്പിച്ചോ. ആ 6 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരമ്മ എന്നുള്ളൊരു നിലയ്ക്ക് എന്നും എനിക്ക് നൽകാൻ സാധിക്കും ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ എന്റെ മനസ്സ് മാറിയപ്പോ ഈ പിടിവാശിയിൽ നിന്ന് ഞാൻ ചെയ്തോളാം, ഞാൻ സന്തോഷത്തോടെ ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു മനസ്സ് വന്നപ്പോ ചേട്ടനും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പിടിവാശിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ സപ്പോർട്ടാണ്. ഞാൻ എന്റെ 5ാമത്തെ 6ാമത്തെ ഒക്കെ ഡെലിവറി കഴിഞ്ഞ് അപ്പൊ ഇതൊക്കെ സൗദിയിലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ രാത്രി ഉറക്കൊളിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ഞാൻ രാവിലെ എനിക്ക് 5 മണിക്ക് എനിക്കൊന്നും പറ്റില്ല. അപ്പൊ ചേട്ടനായിരിക്കും കാലത്ത് എണീറ്റ് ഒരു 5 മണിയാകുമ്പോൾ എണീറ്റ് പിള്ളേർക്കുള്ള ഫുഡ് കുക്ക് ചെയ്ത് പിന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ വിളിച്ച് എണീപ്പിച്ച് അവരെ സ്കൂളിലേക്ക് വിട്ട് ഈ ഈ ജനിച്ച കൊച്ചേക്കാളും തൊട്ട് മൂത്ത കൊച്ചിനെ വീണ്ടും പാല് കുടിച്ച് അതിനെ കടത്തി ഉറക്കിയിട്ട് വേണം
ഉച്ചക്കത്തെ ഫുഡും കൂടി കുക്ക് ചെയ്തിട്ട് വേണം 8 മണിയാകുമ്പോൾ ചേട്ടന് കടയിൽ പോയി. ആ പോവാൻ നേരത്തെ എന്നെ തട്ടിയിട്ട് പറയും ഞാൻ പോവാ വാതിൽ കൂട്ടിക്കൊന്ന് പറയും. അത്രയ്ക്കും എനിക്ക് സപ്പോർട്ടായിരുന്നു. അപ്പൊ അതൊരു മ്യൂച്വൽ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഒരാൾ തന്നെ മാറി എല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തു അങ്ങനെയല്ല. ദൈവം ഞങ്ങളെ രണ്ടുപേരെയും മാറ്റി, രണ്ടുപേരെയും കോംപ്ലിമെന്ററി ഒരു റോൾസിലേക്ക് മാറ്റി, ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറ്റി, ഒറ്റ ടീമായിട്ട് ഞങ്ങളെ മുന്നോട്ട് നടക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവം ഞങ്ങളെ വഴിയെ പഠിപ്പിച്ചു തന്നു. ഇറ്റ് വാസ് ഹിസ് ഗ്രേസ്. Children are a heritage of God. എനിക്ക് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ പെട്ടെന്ന് പൊട്ടി വളർന്ന സാധനമല്ല. കർത്താവ് നമുക്ക് കർത്താവിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചേച്ചി കുറച്ച് മ്യൂസീഷ്യൻസിനെ ഒരു ടീമാക്കി ഇവിടെ കൊണ്ടുവന്ന് ഫെലോഷിപ്പ് ഒക്കെ ഗ്യാദർ ചെയ്യിപ്പിച്ച് ഒരു ബാൻഡ് ഫോം ചെയ്തു, കോഡ് 33. ഞാൻ കടന്നു വരുന്നത് ഒരു ഫൈനൽ സ്ട്രോ, ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ ആ പിക്ചറിലേക്ക് തന്നെ കടന്നു വരുന്നത്. Are you ready? All together, are you ready?